മന്ത്രദീക്ഷ സ്വീകരിച്ച ബലിയിടത്തില്ല. ഏതെങ്കിലും വിഡ്ഢി പണ്ഡിതന്മാർ സ്വാമിമാർ പറഞ്ഞു കൊടുക്കും, ഇതെങ്കിലും പാടില്ല, യാതൊരു വിവരവും ഇല്ല, വിവരക്കേടാണ് ആ പറയുന്നത്. ഓണക്കാലത്ത് ഈ തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് ബന്ധനത്തിൽ കിടക്കുന്ന കാലം. കാരണം കഴിഞ്ഞ 3 വർഷം 9 മാസം വരെ പറയാൻ പറ്റുള്ളൂ. 3 വർഷം 9 മാസമായിട്ട് മനസ്സിനും ശരീരത്തിനും സന്തോഷകരമായിട്ടുള്ള ഒരു ദിനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ശ്രമിച്ചാലും അതിന് കഴിയാതെ വരും. ആരോഗ്യദൃഢമായിട്ടുള്ള ഒരു ശരീരം, സുന്ദരമായ ശരീരം, ആരോടും പ്രത്യേകിച്ച് മമതയോട്ടും ഇല്ലാത്ത ഒരാൾ, അദ്ദേഹം എപ്പോഴും തൻ്റെ ശരീരം കത്തിയെരിയുന്നതായിട്ടും തീപ്പൊള്ളലേൽക്കുന്നതായിട്ടും വേദന അനുഭവിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു. സ്വാമി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ത് കാണുന്നത്? അപ്പം ഞാൻ എന്താണ് ജോലി? അത് വിദേശത്ത് ദുബായിലായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അത് പലിശയ്ക്ക് കൊടുക്കുകയാണ്. കുറച്ച് പലിശ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തു, അത് മാത്രം കിട്ടിയില്ല. ബാക്കിയൊക്കെ കർക്കശമായി ഞാൻ ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എങ്ങനെയാണ്? സ്വന്തം ശരീരം തീ പിടിക്കുന്നതായിട്ടും തീപ്പൊള്ളലേൽക്കുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണുകയാണ്. എന്താണ് ഇന്നത്തെ പ്രശ്നം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് രോഗാവസ്ഥയിൽപ്പെട്ട് കത്തിത്തീരും എന്നാണ്. എല്ലാം കത്തിത്തീരും. അതുപോലെ സ്വന്തം ശരീരം കത്തിത്തീരുന്നതായിട്ട് കണ്ടാൽ ശരീരം കത്തിയേരിയും. അതുകൊണ്ട് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി ആദ്യം മതിയാക്കുക. എന്നിട്ട് കുറച്ച് ദാനകർമ്മങ്ങൾ ചെയ്ത നാളെ കർക്കിടക ഭാവമാണ്, പോയി പിതൃക്കൾക്ക് ബലിയിടുക. ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അത്യാവശ്യം പോയി പിതൃക്കൾക്ക് ബലിയിട്ടതിന് ശേഷം എന്നെ വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. നമസ്കാരം. ഓണക്കാലമാണ്. മനുഷ്യൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ സന്തോഷകരമായിട്ടുള്ള ഒരു ഓണക്കാലം, ഏത് ദുഃഖം അനുഭവിക്കുന്നവർക്കും ഓണക്കാലമായാൽ ദുഃഖങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ സന്തോഷത്തിനായിട്ടുള്ള സമയവും ഒരു ഒത്തുചേരലിൻ്റെയൊക്കെ ഒരു ലോകമാണല്ലോ ഈ ഓണക്കാലം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഓണക്കാലം യാന്ത്രികമായി കടന്നു പോകുന്ന, ഭക്ഷണം വരെ ഓണക്കാലത്ത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. പണ്ട് കാലത്തൊക്കെ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ്, ഓരോരുത്തരുടെ വീട്ടിലേക്ക് ഒത്തുകൂടുകയും ആ ബന്ധുത്വത്തിൻ്റെ വില നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ട് ഫ്ലാറ്റുകളിലേക്ക് ജീവിതം ഒതുങ്ങിക്കൂടുകയും ഉയരങ്ങളിലേക്ക് ഫ്ലാറ്റുകൾ, ആകാശമുട്ടയുള്ള ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞാൽ ഹോട്ടലിലെ റൂമിൽ അവിടേക്ക് ഡോറ് തട്ടുമ്പോൾ ഓണ ഫുഡ് കൊടുക്കുന്ന തരത്തിലേക്ക്, ഓണസദ്യ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഓണം ചുരുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഓണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയോ ചെയ്യുമെന്നുള്ളതാണ്. ഞാനിത് പറയാനുള്ള എൻ്റെ ഒരു കാരണം, വിളിച്ച നിരവധി പേർ, ഒരുപാട് പേര് വിളിച്ച നിരവധി പേര് ഓണമല്ലേ സ്വാമി, ഈ ഓണം കഴിയുമ്പോഴെങ്കിലും ദുഃഖങ്ങൾ മാറുമോ എന്ന് ചോദിക്കുന്നു. ദുഃഖങ്ങൾ മാറുന്നതല്ല, ദുഃഖങ്ങൾ നമ്മളോടൊപ്പം ഉള്ളതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു എന്ന് പറയുന്ന, കരയിപ്പിച്ചുകൊണ്ട് ജനിക്കുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന മാതൃദുഃഖ ദുരിതങ്ങൾ അല്ലേ? ദുരിതം അനുഭവിച്ചായിട്ടാണല്ലോ. ദുരിതം എന്ന് പറയുന്നത് കാര്യം മനുഷ്യന് താങ്ങാൻ വയ്യാത്ത വേദന, അതിനാണ് നമ്മൾ ദുരിതം എന്ന് പറയുന്നത്. ഒരു പ്രസവ വേദന അങ്ങനെയാണ്. അങ്ങനെയുള്ള ദുരിതം അനുഭവപ്പെട്ട് വേദന അനുഭവിച്ച് ജനിക്കുന്ന മക്കൾ അല്ലേ? ചിലരെ മരണത്തോടു കൂടി മക്കളെ സൃഷ്ടിച്ചിട്ടില്ലാതെ പോകുന്ന ചുരുക്കം പേരുണ്ട്. കാരണം അച്ഛനമ്മമാരെ അമ്മയെ കാണാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു അമ്മയുടെ ദുഃഖത്തോടു കൂടിയാണ് ഞാനിന്ന് എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ ഓണക്കാലമാണെന്ന് പലരും വിളിച്ചു പറയുമ്പോൾ, ഓണത്തിനെങ്കിലും സമ്പത്തുണ്ടാകുമോ, സൗശ്വര്യമുണ്ടാകുമോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഒരമ്മ എന്നെ വിളിക്കുന്നു. യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല, പക്ഷേ മനസ്സമാധാനമില്ല. മക്കളൊക്കെ തന്നെ വിദേശത്താണ്, അവരാരും ഓണത്തിന് വരാറൊന്നുമില്ല സ്വാമി, ഒറ്റയ്ക്കാണ്, പണമൊക്കെ അയച്ചു തരും. ഇവിടെ ഒരു ബാല്യക്കാരി ജോലിക്ക് ഒരാളെ നിർത്തിയിട്ടുണ്ട്. മക്കളെ കണ്ടിട്ട് 7 വർഷമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ ഉൾപ്പെടെയുള്ളവരൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു ഓണക്കാലത്തെങ്കിലും ഈ സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് വന്നുകൂടെ അല്ലേ? 2 പെണ്ണും 2 ആണുങ്ങളുമാണ്. അവരെല്ലാം വിദേശത്താണ്. കൊച്ചുമക്കൾക്ക് അമ്മയെ അറിയത്തില്ല. അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരുമിച്ചൊന്ന് കാണണം എന്നുണ്ട്. ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്. സ്വത്തുക്കളൊക്കെ ഞാൻ വിഹിതം വെച്ച് കൊടുത്തിട്ടുമുണ്ട് പലർക്കായിട്ട്. ഒരിക്കലും ഏറ്റവും ഇളയാൾ പെൺകുട്ടി എന്നെ വിളിച്ച് ചോദിച്ചു. അവൾക്കാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. അവളുടെ ഭർത്താവ് ലേശം മദ്യപിക്കുകയും ചെറിയ വിഷയങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അവൾ എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്ക് അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് വരാനുള്ളൊരവസ്ഥയില്ല, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും, അമ്മ എങ്ങനെയാണ് പ്രമാണം ചെയ്തേക്കുന്നത്, എനിക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയ തരത്തിൽ എന്താണോ ചെയ്യേണ്ടത് അതനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മകൾക്ക് പിണക്കമായി, അവൾക്ക് ബുദ്ധിമുട്ടായി, പ്രശ്നമായി, തമ്മിൽ കലഹങ്ങളായി. ഇവർക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്തുണ്ട് സ്വാമി, അവരൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. മക്കളാരും എന്നെ ഒരു കൊച്ചുമക്കളെന്നും അന്വേഷിക്കാറോ വിളിക്കാറോ ഇല്ല.
ആരും അന്വേഷിക്കാറില്ല. ഇപ്പോൾ ഈ സ്വത്തുക്കളും ഞാനും മാത്രമുണ്ട്. രാത്രിയായ വൈകുന്നേരത്ത് പോകുന്ന ഒരു ജോലിക്കാർ, പണ്ട് കൂട്ടുനിൽപ്പിൻ്റെ സ്ത്രീ ഉണ്ടായിരുന്നു, അവരും പോയി. അപ്പോൾ ഓണത്തിന് എന്ത് പ്രസക്തിയാണ് സ്വാമി? മരിക്കുന്നതിന് മുമ്പ് ഇവരെയൊക്കെ ഒന്ന് കാണാൻ കഴിയുമോ? നമ്മളിത് കേട്ടോണ്ടിരിക്കുക എന്നുള്ളതല്ല, എന്ത് ചെയ്യാനാണ്? എല്ലാവർക്കും നല്ല ശമ്പളമുണ്ട്, എല്ലാവർക്കും ഇഷ്ടം പോലെ സ്വത്തുമുണ്ട്. വല്ലപ്പോഴും ഒക്കെ വിളിക്കും. ഞാൻ ഫോണിൻ്റെ അവിടെ കാത്തിരിക്കും. ചില ദിവസങ്ങളിൽ വിളിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിളിക്കാറുമില്ല, തിരക്കായിപ്പോയി. അപ്പോൾ ഇങ്ങനൊരു മാനസിക സംഘർഷത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അദ്ദേഹം മരിക്കുന്നത് വരെ ജീവിച്ചിരുന്ന കാലത്തൊക്കെ വളരെ സന്തോഷകരമായിട്ട് മക്കളൊന്നും വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹം കൂടെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലുണ്ടാക്കിയൊരു വലിയ വിഷമമുണ്ട്. പിന്നെ അവർ പറഞ്ഞൊരു കാര്യത്തിലേക്കാണ് ഞാൻ വന്നത്. മക്കളില്ല, ശരി, മക്കളില്ലാത്ത എത്രയോ പേര് ജീവിക്കുന്നു. അദ്ദേഹം ഞാനും കിടന്നിരുന്ന മുറിയിൽ, അദ്ദേഹം മരിച്ചതിന് ശേഷം ഞാൻ ആ മുറിയിൽ കിടക്കാറില്ല. ഞാൻ മറ്റൊരു മുറിയിലേക്കാണ് മാറിക്കിടക്കാറ്. ബാല്യക്കാരി തറയിൽ കിടക്കും. ഇപ്പോൾ അവർക്ക് ഞാനൊരു കട്ടിൽ മേടിച്ചു കൊടുത്തു. പക്ഷേ രാത്രിയാകുമ്പോൾ, ഇപ്പോൾ കർക്കിടക മാസമാണ്, രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുണ്ട്. ചുമയ്ക്കുന്നത് രാത്രി 2 മണിയാകുമ്പോൾ എഴുന്നേക്കും, ബാത്റൂമിൽ പോവും. പിന്നെ സ്ഥിരമായി ചുമയ്ക്കുന്ന സ്വഭാവമുള്ള ഭർത്താവ്. ഒരു പ്രത്യേക തരത്തിലാണ് അദ്ദേഹം ചുമയ്ക്കുന്നത്. ഈ രാത്രി ഞാനിത് കേൾക്കുന്നു. ഇത് ഞാൻ ശരിയാണോ എന്നറിയാൻ ജോലിക്കാരോട് പറഞ്ഞു. അപ്പം പറഞ്ഞു, സ്വാമി ഞാനും കേട്ടു, അമ്മ ഞാനും കേട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സ്ത്രീയുടെ കയ്യിലൊന്ന് കൊടുക്കുമോ? അവരുടെ കൊടുത്തു, ഫോൺ കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ എത്ര കാലം കൊണ്ട് കേൾക്കണം? ഞാൻ ഈ അമ്മയുടെ അടുത്ത് കിടക്കാൻ കാലം മുതൽ കേട്ടുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, വേറൊരു സ്ത്രീയാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വാമിയെ അടുത്ത് അമ്മയ്ക്ക് വിളിച്ചു കൊടുത്തത് ഞാനാണ്. സ്വാമിയെക്കുറിച്ച് അമ്മയുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നമ്പർ എടുത്ത് കൊടുത്തിട്ട് വിളിക്കുകയായിരുന്നു. സ്വാമിയെ മറ്റേ മൊബൈൽ നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ല, ലാൻഡ് ഫോൺ നമ്പറിലാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭർത്താവ് ഇത് 2 കാര്യങ്ങളാണ് എനിക്ക്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടോ അദ്ദേഹം ചുമയ്ക്കുന്നതും അദ്ദേഹം ബാത്റൂമിൻ്റെ വാതിൽ തുറക്കുന്നതും ഒക്കെ കേട്ടോ? അത് മാത്രമല്ല സ്വാമി, ആ മുറി തുറക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു മണമുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിന് വിയർപ്പിൻ്റെ മണമുണ്ട്. ആ മുറി കയറുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യും. ഇതൊക്കെ മാനസികമായ തല ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നാണ്. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും കാണില്ല. പക്ഷേ ഇത് ഞാൻ 2 തരത്തിലും ചിന്തിക്കുകയാണ്. ഒന്ന്, ആ അമ്മയുടെ ഒറ്റപ്പെട്ട ഏകാന്തത. ആ ഏകാന്തതയിൽ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ, അല്ലെങ്കിൽ മറ്റേ ബാല്യക്കാരി പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചുമ കേൾക്കുകയും, ഞാൻ ഭർത്താവിൻ്റെ ചുമ കേൾക്കുകയും ഭർത്താവ് മുറിയിലുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കർക്കിടകവാവിന് മക്കളായും ബലിയിടാനില്ല. അതൊരു വലിയ കഷ്ടമല്ലേ? ബലിയിടാത്ത മനുഷ്യരെക്കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്? ചിലർ മന്ത്രദീക്ഷ സ്വീകരിച്ച ബലിയിടത്തില്ല. ഏതെങ്കിലും പണ്ഡിതന്മാർ, സ്വാമിമാർ പറഞ്ഞു കൊടുക്കും, ഇതെങ്കിലും പാടില്ല, യാതൊരു വിവരവുമില്ല, വിവരക്കേടാണ് പറയുന്നത്. അമാവാസിക്ക് പിന്നെ കർക്കിടകവാവിന് ഒരു ബലിയിടാൻ പറ്റാത്ത പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിക്കുന്ന ഈ മണ്ട ശിരോമണികളെടുത്ത് നമുക്കൊന്നും പറയാനില്ല. കർക്കിടകവാവിന് ഹൈന്ദവരായിട്ട് ജനിച്ചവർ ബലിയാരെ ഇടുന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഹൈന്ദവരായി ജനിച്ചവർ കർക്കിടകത്തിൽ ബലികർമ്മങ്ങൾ ചെയ്യണം. ഇനി എത്ര വലിയ മന്ത്രദീക്ഷ കിട്ടിയെന്ന് പറഞ്ഞാലും അത് ചെയ്തില്ലെങ്കിൽ അവസാനകാലം ബലികർമ്മങ്ങൾ ചെയ്യാത്തവർക്ക് മഹാദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രമല്ല കിടക്കും. ക്ഷതം മനസ്സിന് മാത്രമല്ല, തലയ്ക്ക് ക്ഷതമുണ്ടാകുക, ഓർമ്മയില്ലാതാകുക, മുട്ടുകൾക്ക് ക്ഷതമുണ്ടാകുക, നടക്കാൻ പറ്റാത്ത വരിക, പരസ്പര വിരുദ്ധമായി സംസാരിക്കുക, പിതൃദുരിതങ്ങളുണ്ട്, ഉദരത്തിന് ദഹനക്രിയയ്ക്ക് വിഷയങ്ങളുണ്ടാകും. ഇതെല്ലാം പിതൃദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. പിതൃക്കളുടെ ദോഷമുണ്ടെങ്കിൽ മുട്ടുകൾക്ക് ക്ഷതമുണ്ടാകും, തലയ്ക്ക് ബാധയുണ്ട്, തലയ്ക്ക് പരസ്പര വിരുദ്ധമായി സംസാരിക്കും, ബോധമില്ലാതെ കിടക്കും, മലമൂത്ര വിസർജനങ്ങൾ കിടന്നുള്ള മൃത്യു. അതുകൊണ്ട് കർക്കിടക മാസത്തിൽ ഇനി ഏത് മഹാപണ്ഡിതം പറഞ്ഞാലും കർക്കിടക മാസത്തിൽ എത്ര വലിയ മന്ത്രദീക്ഷ സ്വീകരിച്ചാലും പോയി ബലികർമ്മങ്ങൾ ചെയ്താൽ അത് ചെയ്യാം. അല്ലെങ്കിൽ സങ്കല്പിച്ചിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പിതൃക്കൾക്ക് കാര്യങ്ങൾ ചെയ്യുമ്പം അച്ഛനമ്മമാർ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ പിതൃക്കൾക്ക് പൂർവികരെ സങ്കല്പിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊന്നൊരു തന്ത്രശാസ്ത്രത്തെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന മരണത്തിന് ശേഷവും മോക്ഷപ്രാപ്തി ഇല്ലാതെ ഭ്രാന്തമായി അലിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും പോയി പിതൃബലി ചെയ്യണം. എന്തുകൊണ്ടാണ് ഇവിടെ ഈ അമ്മയ്ക്ക് രാത്രികൾ ഭർത്താവ് ആ മുറിയിൽ ചുമയ്ക്കുന്നുണ്ടെന്നും ഭർത്താവ് മുറിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ഭർത്താവിൻ്റെ ഒരു നേരത്തെ ഭക്ഷണം വെച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു, കൊച്ചോളൂ, നിങ്ങളുടെ സങ്കല്പം അനുസരിച്ച് നാളെ മറ്റേ ജോലിക്കാരിയുടെ അടുത്തും പറഞ്ഞു. ഈ പഴയ നിന്ന ജോലിക്കാരി ഇപ്പോൾ ഓണമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവർ വേറെ മോളുടെ കൂടെ എങ്ങനെയാണ് താമസിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി, വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി അത് സങ്കല്പിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ചേക്കുമെന്ന് പറഞ്ഞു.
ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അന്വേഷിച്ച് വരുന്ന എന്നെ ഒരു ഫാമിലി സുഹൃത്താണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്കൊരു തത്തയും തത്തക്കൂടും കിളിയും ഒക്കെ ഉണ്ട്. അതിനെടുത്ത് ദൂരെ എറിയും ആറ്റുകാർ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ വസിച്ചിരുന്ന ഒരു പ്രേതാത്മാവാണ്. ഞാനൊരു മുറിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് പറഞ്ഞു. പിന്നെ അവിടെ ഒരു മാറുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ, അദൃശ്യ സഞ്ചാരമുള്ള ആത്മാക്കളുടെ സഞ്ചാരമുണ്ട്. കർക്കിടക മാസത്തിൽ കർക്കിടക ബലി ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ ഈ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യണം, എന്തായാലും ഇതങ്ങ് ചെയ്തേക്കണം. അത് ഒരുപക്ഷെ അമ്മയുടെ വിശ്വാസവും പിന്നെ അമ്മയുടെ മക്കളുടെ ദുഃഖത്തിൽ എനിക്കൊന്നും പറയാനില്ല. 101 മക്കളുണ്ടെങ്കിലും ഗാന്ധാരിക്ക് അനുഭവിക്കാൻ പറ്റാതെ വന്നില്ലേ? അതേപോലെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അനുഭവിക്കാനുള്ള യോഗമില്ല നമ്മളങ്ങോട്ട് വിചാരിച്ചുകൊണ്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അല്ലേ? മക്കൾ തമ്മിൽ പരസ്പരം സ്വത്തിനും പിന്നെ പണത്തിനും വേണ്ടി അടിവെക്കുകയും അവരൊന്നും ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ കുടുംബക്കാരുണ്ടാക്കിയ. ഇവിടെ അതില്ല. ഈ അമ്മയ്ക്കുള്ള പ്രശ്നം അതല്ല. ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഭർത്താവ് ഇത്തിരി മദ്യപാനിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവരിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ അവർ തിരിച്ചു വന്നാൽ, ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നാൽ എനിക്ക് എന്തുണ്ടെന്ന് ചോദിച്ചപ്പം അച്ഛൻ ഓരോരുത്തർക്ക് മൂത്ത മകന് കൂടുതൽ, രണ്ടാമത്തെ മകന് കുറച്ച്, അങ്ങനെ 4 മക്കൾക്ക് കുറച്ച് വന്നപ്പോൾ പെൺകുട്ടിക്ക് സമ്പത്തുണ്ട്. പക്ഷേ ഭർത്താവ് ഒന്നും നോക്കില്ല, ഉത്തരവാദിത്വമില്ലാതെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എനിക്കിഷ്ടമുള്ള പെണ്ണുങ്ങളുടെ പോവും, നീ വേണമെങ്കിൽ എൻ്റെ കൂടെ വസിച്ചോളുക. അത് മാത്രമാണ്. അതാണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള ചിത്രം. കാരണം ഞാനിത് ചേർത്ത് വായിച്ചതാണ്. അവരെ മോശമായിട്ട് ജീവിക്കുന്നതാണ് സ്വാമി. അപ്പോൾ ഞാൻ എങ്ങനെ മോശം അല്ല, പല സ്ത്രീ അതുണ്ട്, അത് അവളോട് പറഞ്ഞേക്കുന്ന വാക്കതാണ്. അത് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ലോകത്ത് ഏത് സ്ത്രീയാണ് അത് സഹിക്കുന്നത്? നിനക്ക് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഓരോ ദിവസം ഞാൻ ഓരോ സ്ത്രീകളോട് പോകും, നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ഞാനിങ്ങനെയാണ്, ഇല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി താമസിച്ചോ, പൊക്കോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുടെ ലോകത്തുകൂടെയാണ്. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ എൻ്റെ അടുത്ത് ഡെയിലി എന്നെ വിളിച്ച് പറയുന്ന ഒരാളുണ്ട്. ഈ അടുത്ത കാലത്ത് വിദേശത്തു നിന്നൊരു പെൺകുട്ടി വിളിച്ചു. അവളുടെ അടുത്ത് ഭർത്താവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെക്കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ പോകണം, അതുകൊണ്ട് നിനക്ക് പൈസ നിൻ്റെ കുട്ടികളെയും ചെലവിന് ഞാൻ തരും, വേണമെങ്കിൽ ഇവിടെ നിന്നോ, ഇല്ലെങ്കിൽ നിൻ്റെ ജോലി നോക്കി പൊക്കോ എന്ന് പറയുമ്പോൾ നിസ്സഹായരായി ജീവിക്കുന്ന ഭാര്യമാരുടെ ഇടയിലുണ്ട്. ഇവിടെ ഒരു അമ്മ, നിസ്സഹായ അമ്മ, 4 മക്കളെ പ്രസവിച്ചു അല്ലേ? ഒരു കുട്ടിക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ട്. 4 മക്കളും 4 വഴിക്കാണ്. 4 പേരും തമ്മിലൊരു ബന്ധമില്ല. ഒരു ഓണക്കാലമാണ്. ഓണക്കാലത്ത് ഒത്തൊരുമയോടുകൂടി വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും പുതിയ തലമുറയിലെ ആൾക്കാരുമായിട്ടൊന്ന്, ചെറുപ്പക്കാരും പുതിയ തലമുറയിലെ കുട്ടികളുമായിട്ടൊന്ന് ബന്ധമുണ്ടാക്കി ജീവിക്കാനൊന്നും ഒരു നിവൃത്തിയില്ല. അപ്പോൾ ബന്ധങ്ങൾ വേരറ്റു പോകുന്ന ഓണമാണ്. ഓണക്കാലത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുമെന്ന് പറഞ്ഞാൽ കുറേ ഷോപ്പിംഗ് മാളും കുറേ ടെലിവിഷനും ഇല്ലേ, കുറേ അരിയും പായസമൊക്കെ ഉണ്ടാക്കുന്നതാണ് ഓണം. മനുഷ്യൻ പണ്ട് മൂല്യങ്ങളോടുകൂടി ജീവിക്കുകയും ഒത്തൊരുമയോട് സന്തോഷിക്കുകയും ജീവിച്ചിരിക്കുന്നവർ എല്ലാം ഒരുമിച്ച് ചേരുകയും മരിച്ചുപോയവരെ സ്മരിക്കുകയും കഴിഞ്ഞ ഓണത്തിന് അദ്ദേഹം ഇപ്പോൾ ഇല്ല. ആ സ്മരണകൾ ഉണർത്തുന്ന ഓണം. മാവേലിയൊന്നും ആരും ഓർക്കാറില്ല. മാവേലി വയറും തള്ളിപ്പിടിച്ചൊരു കുടയായിട്ട് നിൽക്കുന്നതൊന്നും അല്ലല്ലോ മാവേലി. അങ്ങനെ കാർട്ടൂൺ പരമ്പര പോലെ ആയിപ്പോയിട്ട് അതല്ല. അപ്പം ഓണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടെ ഓണം എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഓണക്കാലമൊക്കെ നമ്മുടെ സ്മൃതിയിൽ ആണ്ടുപോവുകയും ഏകാന്തതയുടെയും ദുഃഖങ്ങളുടെയും വിരഹവേദനയുടെയും അവസ്ഥകളിലേക്കാണ് ഓണക്കാലം. മക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത, മക്കളുണ്ടെങ്കിലും വരാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലം മാറിപ്പോയി അല്ലേ? എന്ത് ചെയ്യാനാണ്? നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യന് ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. സന്തോഷിക്കാനായിട്ട് അവൻ്റെ മുമ്പിലൊന്നുമില്ല. പിന്നെ ആ പ്രാരാബ്ദങ്ങൾക്ക് നടുവിലൊരു ഭാണ്ഡക്കെട്ട് പോലെയുള്ള പ്രാരാബ്ദങ്ങൾ. മക്കളില്ലെങ്കിൽ മക്കളില്ലാത്തതിൻ്റെ ദുഃഖം, മക്കളുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ദുഃഖം. അതാ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, അവന് മുറിയിൽ നിന്ന് വെളിയിറങ്ങാതെ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് പഠിത്തം നിർത്തിയിട്ട് ലഹരി പദാർത്ഥങ്ങളുമായിട്ടുള്ളതാണ് ബന്ധം. ഒരു പെൺകുട്ടി അവനെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് മാക്സിമം അവൾ രക്ഷിക്കാൻ നോക്കി, പറ്റാതെ അവൾ ഉപേക്ഷിച്ചു പോയി. കഞ്ചാവിനും ഈ തൂഫാൻ എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയുടെ പരിപാടികളൊക്കെ കൊണ്ട് കുറേ പേർ അകത്തായി എന്നുള്ളതല്ലാതെ, എന്നിട്ടും ഈ ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് ജീവിക്കുകയും പെൺകുട്ടികൾ പോലും അതിൻ്റെ പാസഞ്ചറായിട്ട് ഇല്ലേ, ടീച്ചർ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് പോയി. അത് കുറേ കഴിയുമ്പം ഇത് ഇങ്ങനെ ഇല്ലാതാവും. അതൊന്നും തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള, നിയമങ്ങൾക്ക് പോലും പിടിച്ചു നിർത്തിയാൽ നിൽക്കാത്ത തരത്തിനപ്പുറം ഇത് പടർന്ന് പന്തലിച്ച് മറ്റൊന്നായി കഴിഞ്ഞു. ലഹരി ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്തവരും ഇല്ലേ. തുടക്കം എന്ന് പറഞ്ഞ സിനിമ, മോഹൻലാലിൻ്റെ മകളെ അഭിനയിച്ച തുടക്കം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ചെറുപ്പക്കാരൻ, അപ്പോൾ ഈ സിനിമ പോലും അങ്ങനെ മാറിപ്പോയി. തുടങ്ങുന്ന തന്നെ അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ കൊല്ലുന്നതാണ്. ആ ഉപയോഗിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ആ ഒരു ഊർജം, വലിയ ചുറ്റികയൊക്കെ എടുത്ത് അവൻ ആ പടം തുടങ്ങുന്നത് തന്നെ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, പണ്ടൊരു കാലത്ത് എഴുതി കാണിക്കും ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷേ കഥ
ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയിലെ നായക കഥാപാത്രം അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രം തുടങ്ങുന്നത് അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ്. ആ ലഹരിയിൽ നിന്ന് അവനുണ്ടാകുന്ന ഒരു മാനസികമായ വിഭ്രാന്തിയോ അവൻ ചെയ്യുന്ന കർമ്മത്തോടുള്ള അവൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അവൻ്റെ സമർപ്പണമോ അത് കണ്ടു കഴിയുമ്പോൾ അവന് ആ ചോര കണ്ടു കഴിയുമ്പോൾ അവനുണ്ടാകുന്ന ആത്മസംതൃപ്തിയൊക്കെ ആ അവസ്ഥയിലേക്ക് നമ്മുടെ സിനിമ പോലും, ആ സിനിമ മോശം സിനിമയൊന്നുമല്ല, നല്ല സിനിമയാണ്. മകൾ നല്ലതായിട്ട് അഭിനയിക്കുകയും അവൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള വില്ലന്മാരെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഹീനമായ കൃത്യവും ചെയ്യുന്ന വില്ലനെ അല്ലെങ്കിൽ പ്രതിനായകനെ പ്രതിരോധിക്കുന്ന പെൺകുട്ടിയാണ് ആ സിനിമയിലെ നായിക. അത് നല്ല സിനിമ തന്നെയാണ്. അതിനകത്ത് ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ആ സിനിമ ജനങ്ങൾ കാണേണ്ടതാണ്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ കാണേണ്ടതാണ്, പെൺകുട്ടികൾ കാണേണ്ടതാണ്. പെൺകുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ തന്നെ നമുക്കത് ദുരന്തമുണ്ടാകാതെ നോക്കണം. ഇല്ലേ, രണ്ട് പെൺകുട്ടികളെ ഒരുത്തൽ ബസ്സിൽ ശല്യം ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയെ ധൈര്യമുള്ള ഈ പെൺകുട്ടി, ആ കഥാപാത്രം മറ്റേ പെൺകുട്ടികളെ വീട്ടിലാക്കിയിട്ട് പോകുമ്പോൾ ആ ശല്യം ചെയ്യുന്നവൻ പിന്തുടർന്ന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഭീകരമായ ആഘാതം എന്താണെന്ന് ആ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് അതൊരു നല്ല സിനിമയാണ്. കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള സിനിമയാണോ എന്ന് ചോദിച്ചാൽ, ഇത്തരം സിനിമകൾ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു സ്വാധീനം, ഈ ലഹരിയുടെ സ്വാധീനം, ആ ലഹരി പിന്നെ ഉണ്ടാക്കുന്ന ആ കഥാപാത്രത്തിനുണ്ടാക്കുന്ന ദുരന്തം, അതിനെ പ്രതിരോധിക്കുന്നത്, അതെങ്ങനെ പ്രതിരോധിക്കണം, അതൊക്കെ ആ സിനിമയിലൂടെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊരു തുടക്കം നല്ല സിനിമയാണ്. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കാണേണ്ട സിനിമ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട്, ആ സ്വാധീനത്താൽ ജീവിച്ചുണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. ഞാനത് കാണാൻ കഴിഞ്ഞു. അതേസമയം DC എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, മുഴുവൻ വെട്ടുകുത്തുമാണ്, ഭയങ്കര ഹിറ്റാണ് സിനിമ. അപ്പോൾ കഴുത്തറുത്ത് കളയുന്നതും കാല് വെട്ടിക്കളയുന്നതും കൈ വെട്ടിക്കളയുന്നതും വെടിവെച്ച് കൊല്ലുന്നതും ഒക്കെയുള്ള ഹീനമായ സിനിമ. അപ്പോൾ ജനങ്ങൾ അതിനകത്തുകൊണ്ട് ഇതുപോലുള്ള യുവതലമുറയെ ആകർഷിക്കാനായിട്ടുള്ള കൊല്ലുക എന്നുള്ളതും, കൊല്ലുന്നത് ഭീകരമായി കൊല്ലുക എന്നുള്ളതും, നായകൻ സിഗരറ്റ് ചുണ്ടിൽ കത്തിച്ചു വെച്ചുകൊണ്ട് വലിച്ചാൽ മാത്രമേ അവനെന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. എല്ലാ കഥാപാത്രങ്ങളും സിഗരറ്റ് കത്തിച്ച് വയ്ക്കുന്നതാണ് ആ സിനിമ. DC എന്ന് പറയുന്ന സിനിമ അത് ഭയങ്കര ഹിറ്റാണ്. മോശം സിനിമയല്ല, ജനങ്ങൾ വളരെ എൻ്റർടൈൻ ചെയ്ത കൈയടിച്ച് ഭയങ്കര തരംഗമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ടീച്ചറും എല്ലാ സിനിമയും കാണുന്നുള്ളത് കൊണ്ട് കണ്ടതാണ്. അപ്പം സിനിമ മാറി, കാലഘട്ടം മാറി, പ്രേക്ഷകർ മാറി. അങ്ങനെ ഒരുത്തനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെ കഴുത്തിങ്ങനെ കോഴിയെ അറുത്ത് കൊല്ലുന്ന പോലെ കൊല്ലുന്നതൊക്കെ കാണാൻ ഉള്ള ഇഷ്ടം, ചുണ്ടിൽ സിഗരറ്റ് വെച്ചുകൊണ്ടുള്ള ഡയലോഗ്സ്, സിഗരറ്റ് കത്തിച്ച് വെച്ചുകൊണ്ടുള്ള അവൻ്റെ കഥാപാത്രത്തിൻ്റെ വളർച്ച, അതൊക്കെയാണ് ഇന്നത്തെ തരംഗമായിട്ടുള്ളത്. അതൊക്കെ ജനഹൃദയങ്ങളിൽ പുതിയ ചെറുപ്പക്കാരിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. ലഹരി എന്ന് പറയുന്ന വിപത്ത്, അത് ചെറുപ്പക്കാരിലുണ്ടാക്കുന്ന സ്വാധീനം, അതെല്ലാം സമൂഹത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഓണക്കാലമായിട്ട് ഓണം എന്ന് പറയുന്നതിന് ബന്ധമില്ലാതെ വരുന്ന, മനുഷ്യർ തമ്മിൽ ബന്ധമില്ലാതെ, മൂല്യങ്ങളില്ലാതെ, പണത്തിനെ മാത്രം മനുഷ്യൻ സ്നേഹിക്കുകയും ആ പണം ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്ന്. കാരണം ഈ അഴിമതിയിലൂടെ ഇപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നോക്കിയാൽ കണ്ടില്ലേ, നല്ല ചെറുപ്പക്കാർ അഴിമതി കേസിൽ കൈക്കൂലി വാങ്ങിച്ച് പിടിക്കപ്പെടുന്ന അവരുടെ മക്കളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. കൈക്കൂലി കേസിൽ ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അത് പിടിച്ചു വെച്ചുകൊണ്ട് പിന്നെ അഴിമതിയിലൂടെ നീ എത്ര പണം കൊണ്ടുവന്നാലേ നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് അഴിമതിയിലൂടെ കിട്ടുന്ന പണം കൊണ്ടുവന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ ഇതുപോലെ ലഹരി ഉപയോഗിച്ച് എന്നാൽ അമിതമായ പണം, അഴിമതിക്കാരനായ മാതാവുണ്ടാവില്ല, പിതാവിനെ ഇനി ദൂർത്തടിച്ച് ജീവിക്കുന്ന ഭാര്യയാണെങ്കിൽ അവർക്കിതും മതിയാവില്ല. ഓരോ ദിവസവും സാരിയും സ്വർണ്ണവും ഒക്കെ എടുത്ത് കൂട്ടുകാരോടൊപ്പം കിടക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അഴിമതിക്കപ്പയുടെ പണം കൂടെ ഉണ്ടായേ പറ്റുള്ളൂ. മകൻ ചോദിക്കുന്ന ബൈക്കും ഒക്കെ വാങ്ങിക്കൊടുത്ത് അവൻ ഈ ലഹരിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അഴിമതിയുടെ പണം ഉണ്ടേ കൂടും. സാധാരണ പണം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് നേടാൻ പറ്റാത്തത് കൊണ്ട് ഭർത്താക്കന്മാർ അഴിമതിയിലൂടെ നിർബന്ധിതനാവും പണം ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള എനിക്കറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം കൈക്കൂലി മേടിക്കും, പക്ഷെ അതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കും, ന്യായമായിട്ടുള്ളത് ചെയ്തു കൊടുക്കും. പുള്ളി ഒരു പൈസ എടുക്കത്തില്ല. പക്ഷേ ആ വരുന്ന പണം നിങ്ങൾക്ക് ഇത്ര പൈസ ചിലവും, നിങ്ങൾ ഇത്ര പൈസയും കൂടെ തരണം എന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത് വാങ്ങിച്ചിട്ട് അത് പാവപ്പെട്ടവർക്കും അത് ചെയ്യാൻ പറ്റുന്നവർക്കും ചെയ്തു കൊടുക്കുന്ന നല്ല മനുഷ്യരുമുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് നല്ല മനുഷ്യരുടെ കൂട്ടത്തിലല്ലേ കൊടുത്താൻ പറ്റുള്ളൂ. അപ്പം ഓണത്തിന് നമ്മുടെ ഈ രാഷ്ട്രീയവും മതവും എല്ലാം കൂടെ കെട്ടുകലർന്നുള്ള ഒരു ഓണക്കാലത്തേക്ക്, നമ്മുടെയൊക്കെ സമ്പൽ സമൃദ്ധിയായ ഒരു ഓണക്കാലം, സിവിൽ സപ്ലൈസിൻ്റെ ഓണക്കാലം
നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഓണക്കാലമൊക്കെ നമ്മുടെ വിസ്മൃതിയിൽ ആണ്ടുപോവുകയും ഇൻസ്റ്റൻ്റായിട്ടുള്ള ഓണക്കാലം വരികയും ഓണക്കാലത്തിന് ഇപ്പോൾ ഭയങ്കര ദുരന്തമൊക്കെ ഉണ്ടായതുകൊണ്ട് കണ്ടല്ലോ. അതുകൊണ്ട് നല്ലൊരു ഓണക്കാലം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലേ തിരുവോണം എന്ന് പറയുന്നത് ഉത്രാടവും തിരുവോണവും അവിട്ടവും ചതയവും ഒക്കെ നല്ല ഓണക്കാലം, മനുഷ്യൻ സന്തോഷിക്കുന്ന നല്ല സിനിമകൾ വരുന്ന കാലഘട്ടം, നല്ല സിനിമകൾ ഉണ്ടാകുക, നല്ല ഓണക്കോടി ഉടുക്കുക, നല്ല വസ്ത്രങ്ങൾ മേടിക്കുക, വലിയ ഓഫറുകളാണ്. വലിയ ഓഫറുകൾ കൊടുക്കാത്ത ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. അതൊക്കെ ഓണക്കാലത്ത് ഓഫർ വാങ്ങിച്ചാൽ ഇത്ര പേർക്ക് ഇത്ര ഒന്നും കിട്ടൂല, ഒന്നും പ്രതീക്ഷിക്കുക വേണ്ട. ഇതൊക്കെ പിന്നെ കാലത്തിൻ്റെ വിസ്മൃതിയിലാണ്ട് പോകും. ഈ ഭരണ സമ്മാന പദ്ധതികളൊക്കെ കൊടുക്കുന്നവരും കാണും. അധികവും ഇതൊന്നും വേണ്ടപ്പെട്ടവർക്ക് തന്നെ നേരത്തെ തീരുമാനിക്കപ്പെട്ടുകയും കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതാണ് ലോകം. പിന്നെ ഞാനപ്പോൾ ആലോചിക്കുന്നത്, അങ്ങനെ ഒരു ഓണക്കാലമുള്ളൂ നമ്മൾ മെഡിക്കൽ കോളേജിലും ക്യാൻസർ സെൻ്ററിലൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ രോഗദുരിതങ്ങളായിട്ട് ഒരു ഓണക്കാലവും അറിയാതെ വേദനയുടെ ലോകത്തൂടെ സഞ്ചരിക്കുന്ന, മരുന്നുകളുടെ ലോകത്തൂടെ സഞ്ചരിക്കുന്ന എത്രയോ പേര്. നമ്മൾ ഒരു വശമൊന്നും ആലോചിച്ച് നോക്കൂ. ഭ്രാന്താശുപത്രികൾ, ഈ അടുത്ത കാലത്ത് ഭ്രാന്താശുപത്രി ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് അവിടെ ഒരാൾ കിടപ്പുണ്ട്. ആരാണെന്നോ എന്താണെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിഞ്ഞുകൂടാത്ത കുറേ പേര്, കുറേ ആൾക്കാർ, തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ ആളില്ലാത്ത. അതും ഒരു അമ്മ പ്രസവിച്ച് തന്നെയാണോ? സഹോദരങ്ങളൊക്കെ ഉള്ളതുമായിരിക്കുമോ? വീട്ടിൽ മാനസിക നില തെറ്റി മനസ്സിലേറ്റ ആഘാതമുണ്ടായപ്പോൾ മാനസിക നില തെറ്റിയവരായിരിക്കും. അവരെ കൊണ്ടുവന്ന് ഭ്രാന്താശുപത്രിയിലിടും. അവർക്കും ഇല്ലേ ഓണം? എന്തോണം പൊട്ടിച്ചിരിച്ചുകൊണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടും ഏകാന്തതയിലും ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്ത് ഓണം? ഒരു വശത്തല്ലേ അഴികൾക്കുള്ളിൽ കിടന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധു എന്നോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെയാണ് സ്വാമി, എത്രയോ കാലമായിട്ട് അവിടെ കിടക്കുന്നു. ബോധം തിരിച്ചു വന്നാൽ പോലും ബോധം ഭ്രാന്തായിട്ട് അങ്ങ് അഭിനയിച്ചേ പറ്റുള്ളൂ. കാരണം വെളിയിൽ വിട്ടുപോയാൽ റോഡിലൂടെ അലിഞ്ഞിടക്കേണ്ടി വരും. ആരും കൊണ്ടുപോകാനില്ലാത്ത എത്രയോ പേർ ഭ്രാന്തിൻ്റെ ലോകത്തൂടെ ജീവിക്കുന്നവർ. അവർക്കുമുണ്ട് ഓണക്കാലം. അവർക്കും ഉണ്ടായിരുന്നു ബന്ധുക്കൾ. അവരും ഒരു അമ്മ പ്രസവിച്ചതാണ്, ഒരു പിതാവുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു. ആർക്കും വേണ്ട. അവൻ്റെ സ്വത്തൊക്കെ ചിലപ്പോൾ 4ആയിട്ടും 5ആയിട്ടും ഒക്കെ വീതം വെച്ചെടുത്തിരിക്കും. പക്ഷേ നമ്മളങ്ങനെ ആലോചിക്കുമ്പോൾ ക്യാൻസർ സെൻ്ററുകൾ, ആശുപത്രികൾ, നമ്മളെ മെഡിക്കൽ കോളേജിന് കൊടുക്കും. ഓണക്കാലത്ത് പോയാലും ആൾക്കാർ കഞ്ഞിയും ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതും, മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ ക്യൂ നിൽക്കുന്നതും, അപ്പോൾ അകത്ത് രോഗികൾ കിടപ്പുണ്ട്. അവർക്ക് ഓണക്കാലമൊന്നുമില്ല. മഹാബലി അവിടോട്ടൊന്നും കടന്നു ചെല്ലത്തില്ല. മനുഷ്യൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വേദനകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരു ഓണക്കാലം. ഞാൻ തിരുവോണ നക്ഷത്രത്തെക്കുറിച്ച് പറയില്ല എന്ന് പറഞ്ഞു. കാരണം തിരുവോണം നല്ല കാലമല്ലേ. തിരുവോണം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തുന്ന ഒരു കാലമാണ്. തിരുവോണത്തിനെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള തിരുവോണവും തിരുവാതിര, തിരുവോണം, ഉത്രാടം, ചതയം, അവിട്ടം, ഇതൊക്കെ നമ്മുടെ ഓണത്തിൻ്റെ ദിനങ്ങളാണ്. ഓണക്കാലത്ത് ഈ തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഗുണകരമായിട്ടുള്ള ഗുണദോഷ സമ്മിശ്രിതങ്ങൾ ഉണ്ടെങ്കിലും പൂർവ്വജന്മദോഷങ്ങൾക്ക് പൂർവ്വജന്മ ദോഷങ്ങൾ ബന്ധനത്തിൽ കിടക്കുന്ന കാലം. കാരണം കഴിഞ്ഞ 3 വർഷം 9 മാസം വരെ പറയാൻ പറ്റുള്ളൂ. 3 വർഷം 9 മാസമായിട്ട് മനസ്സിനും ശരീരത്തിനും സന്തോഷകരമായിട്ടുള്ള ഒരു ദിനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എത്ര ശ്രമിച്ചാലും അതിന് കഴിയാതെ വരും. എത്ര പണം കെട്ടിയാലും അത് പോരാതെ വരും, തികയാതെ വരും. ഗൃഹത്തിൽ സ്വസ്ഥത നശിച്ചു പോകും. ഓണക്കാലമാണ്, സ്വസ്ഥത ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഒരു നേരമെങ്കിലും തിരുവോണ നക്ഷത്രക്കാർക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സമ്പൽ സമൃദ്ധമായൊരു ഓണക്കാലത്തെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാലമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. പൂർവ്വജന്മം പുറകോട്ട് സഞ്ചരിക്കും. എന്നാൽ വീണ്ടും പുറകിലോട്ട്, നമ്മളുടെ ജന്മാംശത്തിൻ്റെ പുറകിലോട്ട് പോകുന്നൊരു കാലഘട്ടമാണ്. പുതിയ വസ്ത്രങ്ങൾ മേടിച്ചാൽ പോലും ധരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇഷ്ടം പോലെ പണമുണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥ, ബാധ്യതകളും സംഘർഷങ്ങളും മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും നമ്മുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ഇതുണ്ടെങ്കിലും നമ്മൾ തിരുവോണം സന്തോഷപരമായിട്ടുള്ള സന്തോഷം ഉണ്ടാകട്ടെ, സന്തോഷകരമായൊരു ദിനം തന്നെ ഉണ്ടാകട്ടെ. എല്ലാ ദുഃഖങ്ങളും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഓണക്കാലത്തെ നമുക്ക് വരവേൽക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത് നല്ല കാലമല്ലാത്തത് കൊണ്ട് സൂക്ഷ്മമായിട്ട് വാക്കുകൾ സംസാരിക്കുകയും സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ദാമ്പത്യത്തിൽ ബലങ്ങൾ ഉണ്ടാകുകയും സന്താനങ്ങളോട് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ തിരുവോണ നക്ഷത്രത്തിലുണ്ടെങ്കിൽ മക്കളുടെ രോഗദുരിതങ്ങളെക്കുറിച്ച്, മക്കൾക്കുള്ള രോഗത്തെക്കുറിച്ച്, കൊച്ചുമക്കളുടെ സന്താനങ്ങളുടെ രോഗദുരിതങ്ങളെക്കുറിച്ച്, രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് വിവാഹസമൃദ്ധമായ സമ്പൽ സമൃദ്ധമായ ഒരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.